ഉയർപ്പ് കാലം 7-ാം ശനി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പ്രാർത്ഥനയുടെ ശക്തി. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിക്കുവിൻ ലഭിക്കും. നിരന്തരമായി മുട്ടിപ്പായി മടുപ്പ് കൂടാതെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. ഇത് യേശുവിന്റെ ഉറപ്പ്. അബ്രാഹാം, സക്കറിയാസ് തുടങ്ങിയവർ നീതിമാന്മാരായിരുന്നുവെങ്കിലും ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന നീണ്ട കാലത്തിന് ശേഷമാണല്ലോ ശ്രവിക്കപ്പെട്ടത്. നന്മയായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ശ്രവിക്കാതെ പോവുകയില്ല. മക്കൾ ചോദിക്കുന്നതെന്തും മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. നിർബന്ധം സഹിക്കാനാവാതെ നന്മയെ ചെറുപ്പത്തിൽ തന്നെ നന്മയാണോ എന്ന് ചിന്തിക്കാതെ മോട്ടോർ വാഹനങ്ങളും മറ്റും വാങ്ങിക്കൊടുത്ത് അപകടം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള അനേകം സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. ഇതുപോലെ മനുഷ്യന്റെ പല പ്രാർത്ഥനകളും ലൗകിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ നാം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നതിന് ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്നായ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന വചനം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. യഥാർത്ഥവും കരണീയവും നിഷേധിക്കപ്പെടാത്തതും നിത്യജീവിതത്തിന് ഉപകരിക്കപ്പെടുന്നതുമായ പ്രാർത്ഥന എന്ന് വെളിവാക്കുന്നു. പന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ ഒരു ദിവസത്തിൽ അനേകം പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാകാം. ഫലപ്രദവും ലളിതവുമായ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും.